പൈസ പൊട്ടിക്കാൻ റെഡിയാണോ? He actually had a very bad marriage. പിന്നെ എന്തിനാ അതുപോലത്തെ ഇത് നമ്മൾ എടുക്കുന്നത്? കൺഫ്യൂഷൻ ആയല്ലോ, ഒന്ന് സെലക്ട് ചെയ്തതാ. രസമുണ്ടോ? ദൃശ്യം 3 കാണാൻ പോവാട്ടോ. മുന്നത്തെ പോലെ കൊള്ളത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇറ്റ്സ് നൈസ്. ഒരുമാതിരി താനെന്താടോ ഇങ്ങനെയെന്നുള്ള ഒരു അവസ്ഥയിലായിപ്പോയി. വല്ലാണ്ട് ദേഷ്യം വന്നു അങ്ങേരോട്. നമുക്കിന്ന് കറങ്ങാൻ പോവാം. നമ്മളിന്ന് ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ ഒരു മൂവിയൊക്കെ കാണാമെന്ന് വിചാരിച്ച് ചാഡ്സ്റ്റൺ മോളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാം. മോളിൽ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും ഷോപ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. സ്വരോസ്കി, പാൻഡോറ, അപ്പുറത്ത് ഗ്രെഗറി ജ്വല്ലറി. പൈസ പൊട്ടിക്കാൻ റെഡിയാണോ? എവിടാന്നാ ഒന്നും വാങ്ങുമല്ല, വെറുതെ വിൻഡോ ഷോപ്പിങ്ങിന് ഇഷ്ടമല്ല ആ കാര്യം. എനിക്ക് ചുമ്മാ കണ്ടാൽ മതി. ഞങ്ങൾ ആദ്യം കയറിയ ഷോപ്സിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പാൻഡറയിലാണ്, ഇവിടെ കുഴപ്പമില്ല. എനിക്കിങ്ങനെ ചെറിയ വൈറ്റ് സ്റ്റോൺസുള്ള റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങാമെന്ന പ്ലാൻ. എൻ്റെ മനസ്സിലൊരു സ്പെസിഫിക് ഡിസൈൻ ഉണ്ട്, അത് കിട്ടിയാലേ വാങ്ങുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വൈഡ് ബാൻഡ് അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിൾ ടൈപ്പ്, ഇതിലേതെങ്കിലും ഒരെണ്ണം കിട്ടുവാണെങ്കിൽ എടുക്കാം എന്നാട്ടോ പ്ലാൻ. അങ്ങനെ നോക്കി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഇവിടെ കുറേ പേര് എന്തിൻ്റെയോ ഫോട്ടോ എടുക്കുന്ന കണ്ടു. സോ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ 3 ഫേസസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നല്ല ക്രീപ്പി ആയിരുന്നേ. ഓ ആ ഒരു ഉറങ്ങുന്നു വാ ഇങ്ങനെ ചെറുതായിട്ട്. അത് സ്പെക്സിന്റെ കടയാ, എന്നിട്ട് ആ ഫേസ് മൂവ് ചെയ്യുമ്പോൾ എന്തോ ഒരു ഹൊറർ സിനിമ എഫക്റ്റ്. ഞങ്ങള് സ്വരോസ്കി കയറി, പാൻഡോറയിൽ കയറി, പിന്നെ മറ്റേ ഗ്രെഗറി ജ്വൽസ്, അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു കേട്ടോ. നമ്മൾ വിഷ്വൽസ് കാണിച്ചത് പാൻഡോറയിലാണ്. പക്ഷെ എനിക്ക് ഒന്നും അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മനസ്സിലൊരു സ്പെസിഫിക് ഡിസൈൻ ഉണ്ടായിരുന്നു, അത് കിട്ടിയിരുന്നേ ഞാൻ എടുത്തേനെ. ഞാൻ വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഡിസൈൻ ഉണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയില്ല. ഗ്രഗറിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് മറ്റേ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആയിട്ട് അത്യാവശ്യം നല്ല റേറ്റാണ്. അപ്പോൾ ഞാനെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇറങ്ങി. എനിക്ക് വാങ്ങാൻ മാത്രമുള്ളൊരു ഇഷ്ടം ഒന്നിനോട് തോന്നിയില്ല, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഇവിടെ ഒരു കടയുടെ പുറത്തെ ആർട്ട് വർക്ക് കാണിച്ചു തരാം, അത് നല്ല രസമുണ്ട്. ഇവിടെ താഴത്തെ ഫ്ലോറ് ഫുഡ് കോർട്ടാണ് മെയിൻലി. അപ്പോൾ അവിടെ ഒരു കഫേയിൽ നിറച്ചിങ്ങനെ ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഗ്രീനറി ഉള്ളത്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ മറ്റേ വാരിക്കോരി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന പോലത്തെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ആരും ഇല്ല, കടകളിലൊക്കെ സെയിൽസ്മാൻ മാത്രം ഇങ്ങനെ ബോറടിച്ച് നിൽക്കുക. നമ്മൾ കയറുമ്പോൾ തന്നെ അവർ വന്ന് മറ്റേ എന്ത് നോക്കാനായിരുന്നു, എന്തെടുക്കാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴേക്കും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പ്രഷർ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി. ഓൾറെഡി എൻ്റെ കൂടെയുള്ള ആള് നോക്കുവാണെങ്കിൽ വാങ്ങണം എന്നുള്ള ടൈപ്പ് ആയതുകൊണ്ട് അത്ര രസമില്ല. നോക്കുവാണെങ്കിൽ വാങ്ങണം, അല്ല വാങ്ങാനല്ലേ നോക്കേണ്ടത്. അല്ല, ഈ ജ്വല്ലറി കയറുന്നു. ഇതെടുക്കാൻ നോക്കുന്നല്ല, ഇത് നല്ല എക്സ്പെൻസീവ് ആണ്. ഇത് ഡയമണ്ടും സാഫയറും കൂടെ ഉള്ളതാട്ടോ. എനിക്ക് സാഫയർ ഭയങ്കര ഇഷ്ടമാണ്. ഈ മാല നല്ല രസമില്ലേ? ശരിക്കും ഇതൊരെണ്ണം മതി ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ ഭയങ്കര ലുക്കാവാനായിട്ട്. അതൊക്കെ ഡയമണ്ട് ആട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ മേക്കപ്പ് സ്റ്റോറിലേക്ക് വന്നു. ഞാനിപ്പോൾ കുറേ ആയിട്ട് റെവ്ലോണിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ഉണ്ട്, ചോക്ലേറ്റ് വെൽവെറ്റ് എന്ന് പറഞ്ഞ്. അത് ഞാൻ കുറേ നോക്കി, കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കാര്യം ഇവിടെ 50% ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ ബാഗ്സിനും 30% ഓഫ് ഉണ്ട്.
ഇതിലധികം ഐറ്റംസ് ഒന്നും വെക്കാൻ പറ്റില്ല, പക്ഷെ സ്റ്റൈലായിട്ട് കൊണ്ടു നടക്കാം. ഫോൺ വെക്കാം, താക്കോൽ വെക്കാം. എപ്പടി ഇത് എനിക്കിഷ്ടമായി. അയ്യോ, ഇതിന് സിബില്ല, ജസ്റ്റ് ഒരു ക്ലോഷർ ഇതേ ഉള്ളൂ. മാഗ്നറ്റിക്കാ. അതിനേക്കാളും ഇതാ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നല്ലേ. എനിക്ക് ഇത് തന്നെ ഇഷ്ടമായി. പക്ഷെ എന്താണെന്നറിയോ, ഇത് ഭയങ്കര കോമൺ ആണ്, ഇത് ഒത്തിരി പേർക്കുണ്ട്. ഞാൻ തന്നെ ഇത് ഇവിടെ കുറേ പേർക്ക് ഉണ്ട്. അവർക്ക് വേറെയാണ്. നോക്കട്ടെ, ഇത്ര വലിയ മാല എങ്ങനെ ഇടുക? ഓക്കെ, അവരിവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ട്വിന്നിങ്ങാ. നമുക്ക് ഓക്കെ, ഇതെനിക്ക് വേണ്ടത്. ഇതാണോ നല്ലത്? കുഞ്ഞിതാ നല്ലത്. എൻ്റെ വേറെ സൈസസ് ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങനത്തെ ആയിരുന്നു ഞാൻ നോക്കി. സിൽവറാണ്. സിൽവറാ നല്ലത്, റോസ് ഗോൾഡ് അല്ല. എൻ്റെ കയ്യിലുള്ളത് ഏതായിരുന്നു? ഇതെനിക്ക് ചെറുതാ. ഇതെല്ലാം വേണ്ടത്, ഇതാണ് വേണ്ടത്. ലൂസാ? ഇത് കുറച്ച് ലൂസാ. അപ്പോൾ മേലത്തെ നോക്ക്. ഇത് ക്യൂ, അപ്പോൾ കറക്റ്റായി. അയ്യോ, ഇത് മറ്റേനേക്കാളും ചെറുതാ. പി നോക്ക്, പി കറക്റ്റായിരിക്കും. ഇതാന്ന് തോന്നുന്നു എൻ്റെ സൈസ്. ഇതിനും ചെറുതായിട്ട് ലൂസാണ്, ഇത് കുറച്ച് ലൂസാ, ബട്ട് ഓക്കേന്ന് തോന്നുന്നു. എന്നാ ഓ നോക്ക്. ഓ ഇതിങ്ങനെ ഊരിപ്പോത്തില്ല. ഓ ഒരു ഓയോ എവിടെ? ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇത് മിക്സ്ഡ് ആയിട്ടുള്ളത്. ഇതും കൂടെ പിടിച്ച കയ്യിൽ മനസ്സിലാവുന്നില്ല എനിക്ക്. കൊള്ളാവോ? അത് കൊള്ളാം. ഇത് കുറച്ച് ആണുങ്ങളുടെ സ്റ്റൈൽ. എനിക്ക് ആക്ച്വലി ഇത് ക്യൂട്ടായിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇങ്ങോട്ടും കൂടെ മറ്റേതിൻ്റെ പോലെ കല്ല് വേണമായിരുന്നു. പക്ഷെ ഇത് കുഴപ്പമില്ല. ഇത് പ്രിൻസസ് ഡയാനയുടെ ടൈപ്പ് മോതിരം. പക്ഷേ ഉണ്ടല്ലോ, കുറേ പേര് എൻഗേജ്മെൻറ്റ് റിങ് ഈ പ്രിൻസസ് ഡയാനയുടെ ടൈപ്പ് എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവാറില്ല. ഷീ ആക്ച്വലി ഹാഡ് എ വെരി ബാഡ് മാരേജ്. പിന്നെ എന്തിനാ അതുപോലത്തെ ഇത് നമ്മളെടുക്കുന്നത്? പക്ഷെ എനിക്ക് റിങ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. നല്ല രസമില്ലേ? എനിക്ക് തോന്നുന്നു പേളിമാണിയുടെ എൻഗേജ്മെൻറ്റ് റിങ് ഇങ്ങനത്തെ ആണെന്ന് തോന്നുന്നു. അത് ഇഷാനിക്കാണോ വേറെ ആർക്കോ ഞാൻ ഇതുപോലത്തെ വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ട്. കൺഫ്യൂഷൻ ആയല്ലോ, ഒന്ന് സെലക്ട് ചെയ്തതാ. ഈ 2 റിങ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിലേത് വേണം എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇത് ഇനി മറ്റേതും പറ.
ഞാൻ രണ്ടും എടുത്തില്ല. അത് ഓൾമോസ്റ്റ് എടുക്കാൻ പോയി, പക്ഷെ അന്നേരം കണ്ടത് അതിൻ്റെ ഒരു സ്റ്റോൺ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വേറെയും വീണു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. സോ എടുത്തില്ല. $100 സേവ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഞാൻ എന്തായാലും വാങ്ങുമെന്ന് വിചാരിച്ചു. വേറൊരു ഷോപ്പിൽ ഇതെനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇങ്ങനത്തെ ഒരു വൈറ്റ് ബാൻഡ് ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെന്തോ ഒരു തിളക്ക കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഡിസൈനുള്ള ടൈപ്പ് റിങ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഗോൾഡ് കിട്ടിയപ്പോഴേക്ക് ഇത് കുറച്ചുകൂടെ എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്നുണ്ട് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി ഈ ഡിസൈൻ? 2 എണ്ണം എടുത്തു. തുറക്കട്ടെ. ഒതുങ്ങ ഓപ്പൺ. ഭയങ്കര പാക്കിംഗ് ആണല്ലോ. മോതിരം ഇത് നമ്മളിട്ട് നോക്കിയതിൻ്റെ തന്നെ ഗോൾഡ്. പിന്നെ ഒരു മാല ഞാനിപ്പോൾ ഇടട്ടെ. രസമുണ്ടോ? രണ്ടും കൂടെ ആകുമ്പോൾ ഭയങ്കര ഓവറായി അല്ലേ? പക്ഷെ കിടന്നോട്ടെ, കവർ നമുക്കപ്പോൾ കളയാലോ. Hi there. Can I get a hot chocolate brownie with vanilla gelato? Vanilla? Yeah. Anything else? നോർമൽ ഐസ്ക്രീം, കുക്കീസ് ആൻഡ് ക്രീം. വാനിലയാണ് അവർ പറഞ്ഞത്, ഞാൻ പറഞ്ഞു എനിക്ക് കുക്കീസ് ആൻഡ് ക്രീം. ഓഹോ, മെൽറ്റ് ഇൻ യുവർ മൗത്ത്. ആഹാ ഹാ. ഞാൻ ഒരു ഐസ് മാച്ച വാങ്ങി. പെനിൻസുലയിൽ പോയപ്പോൾ ഇനിയിപ്പോൾ മാച്ച മാത്രമേ കുടിക്കൂ. ഇത് പക്ഷേ ഡിഫറെൻ്റാ. നമ്മൾ കഴിഞ്ഞ ഇതിൽ പോയപ്പോൾ നോർമൽ ഐസ് മാച്ച, ഇതിൽ ഐസ്ക്രീമും കൂടെ അവരിട്ടിട്ടുണ്ട്. ഓ, അതാണ് ക്രീമി. അത് ഞാൻ കാണിച്ച് നോക്കട്ടെ. മധുരമുണ്ടോ? ചെറുതായിട്ട് രസമുണ്ട്. മറ്റായിരുന്നു കുറച്ചും നല്ലതെന്ന് തോന്നുന്നു. ആ, നോർമൽ ഇതിൽ ഐസ്ക്രീം കൂടെ വന്നപ്പോൾ ആ ടേസ്റ്റ് അങ്ങ് ഡൈല്യൂട്ട് ആയി. കൊള്ളാം. നമ്മളിനി ദൃശ്യം 3 കാണാൻ പോവാട്ടോ ഇവിടെ തന്നെ. കാണാൻ പോവാം. എനിക്കിത് ഇഷ്ടമായി. ഇന്റർവെല്ലായിട്ടോ. മനുഷ്യൻ്റെ ഉള്ള സമാധാനം പോയി അറിഞ്ഞാൽ മതി. നല്ല പടം, നല്ലതായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു രക്ഷയില്ല. ടെൻഷൻ അടിപ്പിച്ച് വല്ലാത്ത ഭയങ്കര പുള്ളി ഇന്റർവെൽ വെച്ച്. പക്ഷെ ഭയങ്കര ടെൻഷനാവുന്നു. വല്ലാത്തൊരു ജോർജുട്ടി ആൻഡ് ഫാമിലി നമുക്ക് പണ്ടോട്ടേ അറിയാവുന്ന ആൾക്കാരെ പോലെ ആയല്ലോ. ഭയങ്കര ലോങ് ഇൻ്റർവെൽസിൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അതുകൊണ്ട് അതുകൊണ്ടൊരു ഭയങ്കര സങ്കടം വരുന്നു. അവർ വിഷമിക്കുന്നതാണ്. സെക്കൻഡ് ഹാഫ് എന്താവുമോ എന്തോ. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? ഞാൻ കുറച്ച് ലോ എക്സ്പെക്റ്റേഷനിലാണ് വന്നത്. ഫാമിലി ഡ്രാമ ആവുന്നുണ്ട്. പക്ഷേ ഫാമിലി ഡ്രാമ ആണെങ്കിൽ നല്ല ത്രില്ലിംഗ്. ഫസ്റ്റ് ഹാഫ് ആയത് അറിഞ്ഞില്ല. ഇൻ്റർവെല്ലപ്പോൾ ആയോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത് കൊള്ളാം, ഇതുവരെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് എന്തായാലും ഇനി ട്വിസ്റ്റുകളൊക്കെ വരുമല്ലോ, അപ്പം നൈസായിരിക്കും. ടെൻഷൻ അടുപ്പിക്കണ്ടേ? സോ പടം കഴിഞ്ഞു. ഇറ്റ് വാസ് എ നൈസ് മൂവി. പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മനസ്സിലെവിടെയോ ഒരു വിങ്ങലുണ്ട് കേട്ടോ, ജോർജ് കുട്ടീനോടും ഫാമിലിനോടും ആലോചിച്ചിട്ട്. ബട്ട് ഇറ്റ്സ് റിയലി നൈസ്. ഞങ്ങൾ ആദ്യം റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് കുറേ പേരിങ്ങനെ
ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും മതിയായിരുന്നു, തേർഡ് പാർട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു, അത് മുന്നത്തെ പോലെ കൊള്ളത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇറ്റ്സ് നൈസ്. മുന്നത്തെ ഭാഗങ്ങൾ പോലെ തന്നെ ഇതിനകത്തും ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ അല്ല, അധികം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. സോ പടം കണ്ടിട്ടില്ലാത്തവർ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിക്കോളൂ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. മൂവി കണ്ടിട്ടുള്ളവർ മാത്രം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒത്തിരി പറയാനല്ല, എന്നാലും ചില കാര്യങ്ങൾ ചിലപ്പോൾ സ്പോയിലറാവാൻ ചാൻസ് ഉണ്ട്. സോ ചില റിവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും മാത്രം മതിയായിരുന്നു, തേർഡ് പാർട്ട് വേണ്ടായിരുന്നു എന്നുള്ളത്. അത് സിനിമ മോശമായതുകൊണ്ടല്ല, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് പാർട്ടിൽ ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയ ഒരു ക്യാരക്ടറാണ് മറ്റേ IG-യുടെ ഹസ്ബൻഡ് മിസ്റ്റർ പ്രഭാകർ. അതിൽ IG, ഗീത പ്രഭാകർ ആൻഡ് പ്രഭാകർ ഇതിനകത്ത് വന്ന് നമ്മളെ ശരിക്കും വെറുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുമാതിരി താനെന്താടോ ഇങ്ങനെയെന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. വല്ലാണ്ട് ദേഷ്യം വന്നു അങ്ങേരോട്. അതും പിന്നെ പഴയ സഹദേവൻ വീണ്ടും വന്നിട്ടുണ്ട് ഈ പാർട്ടിയിൽ. അപ്പോൾ പുള്ളി ആസ് എക്സ്പെക്റ്റഡ് പണ്ടത്തെ പോലെ തന്നെ ഭയങ്കര ചൊറി സ്വഭാവം കാണിച്ച് വല്ലാതെ ടെൻഷനാക്കി, വല്ലാത്തൊരു ഇതിലാക്കി കളഞ്ഞു. അപ്പോൾ മറ്റേ എന്താ പറയുക, പടം തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ തൊട്ടങ്ങ് ടെൻഷൻ അടിച്ച് വല്ലാതായിപ്പോയി. അതൊരു പക്ഷെ അതും എന്താ പറയുക, ഒരു ഇങ്ങനത്തെ ജോണറിലുള്ളൊരു പടമാകുമ്പോൾ അതൊരു എക്സ്പെക്റ്റഡ് എലമെൻ്റ് ആണല്ലോ. സോ അല്ലാതെ പടം ഈസ് റിയലി ഗുഡ്. ഈ പറയുന്ന പോലെ നമ്മൾ വില്ലനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നുന്നതും നായകനോടും ഫാമിലിനോടും ഭയങ്കരമായിട്ടുള്ള സിമ്പത്തി തോന്നുന്നതും അവർ വിഷമിക്കുമ്പോൾ നമ്മളും വിഷമിക്കുക, അവർ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളും ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ മൂവി ഈസ് റിയലി ഗുഡ്. ഡയറക്ഷൻ ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ആക്ടേഴ്സ് പിന്നെ പറയണ്ട, ഷാജോൺ ആണെങ്കിലും നമുക്കറിയാം, സിദ്ദിഖിനെ നമുക്കറിയാം, ലാലേട്ടനെ അറിയാം. സോ അവരുടെ കയ്യിൽ ആ സിറ്റുവേഷൻ കൂടെ കിട്ടിയപ്പോഴേക്കും ആ ടെൻഷനും വിഷമവും ഒക്കെ നമുക്കും അതുപോലെ കിട്ടി. തിയേറ്റർ ഫുള്ളായിരുന്നു. ഇപ്പോൾ പടം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി, എന്നാലും തിയേറ്റർ ഫുള്ളായിരുന്നു. സർട്ടൻ സീൻസൊക്കെ വന്നപ്പോൾ നാട്ടിലെ പോലെ തന്നെ ആൾക്കാരങ്ങ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൈയടിക്കുന്ന പോലെ ആയിപ്പോയി. ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് ആസ് വെൽ. നാട്ടിൽ പോയി ഒരു പടം കണ്ട പോലത്തെ ഒരു രസം കൂടെ കിട്ടി. പക്ഷേ ഈ പറഞ്ഞാൽ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലൊരു വിങ്ങലുണ്ട്. അത് ജോർജ് കുട്ടി ആൻഡ് ഫാമിലിയുടെ കറൻറ്റ് സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിച്ചുള്ളൊരു വിഷമം. സോ അത്രയൊക്കെ ഉള്ളൂ. ഇറ്റ് വാസ് നൈസ്. ഒരു ക്യൂട്ട് ലിറ്റിൽ സംതിങ് അങ്ങനെ പോയി. അപ്പം നമുക്ക് അരവി ഓൾറെഡി അങ്ങോട്ട് നടന്നു കേട്ടോ. സോ ഞാനും പോവാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.